ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കേരളത്തിലെ നിയമങ്ങളെ പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. കേരളത്തിൽ ഒരുപാട് പുതിയ നിയമങ്ങൾ, നല്ലതും ചീത്തതുമായ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതും അംഗീകരിക്കാൻ പറ്റാത്തതുമായ ഒരുപാട് നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പറയട്ടെ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ വൈറ്റ് ആക്കൽ. അന്ന് പാലക്കാട് ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷമാണ് കൂടുതലും ഈ നിയമം സ്ട്രിക്റ്റ് ആക്കിയത്. എല്ലാ ടൂറിസ്റ്റ് ബസ്സും വൈറ്റ് ആക്കുക. ഇതുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ആക്സിഡന്റുകൾ കുറഞ്ഞോ? ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി ആക്സിഡന്റുകൾ ശരിക്കും കുറഞ്ഞായിരുന്നോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി, ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുകൊണ്ട് ഒരു ആക്സിഡന്റും കുറഞ്ഞില്ല. ഈ ബസ്സുകളിൽ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറിന്റെയും പടമൊക്കെ കാണുമ്പോൾ മനുഷ്യന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ KSRTC ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറുകൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വെച്ച് ഞാനൊരു ബസ് കണ്ടു കഴിഞ്ഞാൽ മറ്റേ KSFE ബസ്സാണെന്ന് വിചാരിക്കും. നമ്മുടെ ഈ ലോ ഫ്ലോർ AC ബസ്സാണ് വോൾവോടെ. അത് കണ്ടാ KSFE മറ്റേ ചിട്ടിയുടെ വണ്ടിയാന്ന് വിചാരിക്കും. ഫുള്ള് KSFE തന്നെ. ആ പേര് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് KSRTC ബസ്സാണ്. ഇതൊന്നും ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ റോട്ടിൽ ഒട്ടിച്ചേക്കുന്ന ഓരോ പരസ്യങ്ങളും പോസ്റ്ററുകളും അതൊക്കെ കാണുമ്പോൾ ശ്രദ്ധ തിരിഞ്ഞ് ആക്സിഡന്റ് ആകത്തില്ല. ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ആക്സിഡന്റ് കുറയും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ആക്സിഡന്റുകൾ അത് അങ്ങനെ കുറയാൻ ചാൻസ് ഇല്ല ഈ നിയമം കൊണ്ടുവന്നതുകൊണ്ട്. എന്നിട്ടിപ്പം പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ടൂറിസ്റ്റ് ബസ്സുകളിൽ സ്റ്റിക്കർ അടിക്കാമെന്ന്. അതെങ്ങനെ? അതിനും ഒരു ഇത് വെച്ചേക്കുന്നു. MVDക്ക് 1,00,000 രൂപ കെട്ടി വെച്ചതിന് ശേഷം വന്ന് സ്റ്റിക്കർ അടിക്കാമെന്ന്. ആൾക്കാരെ ഇങ്ങനെ വിഴിയുന്ന ഒരു MVDനെ ഞാൻ വേറെ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത ഒരു പൊട്ട നിയമമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിൽ വെച്ചേക്കുന്ന ആക്ഷൻ ക്യാമറ നിരോധിക്കുക പാടില്ലെന്ന് പറയുന്നത്. വെറും 150 ഗ്രാം വരുന്ന, ഒരു 150-200 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ക്യാമറയാണ് ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത്. അല്ലാതെ വലിയ മറ്റേ 1.5 കിലോ വെയിറ്റ് വരുന്ന DSLR ക്യാമറ ഒന്നും അല്ലല്ലോ ഹെൽമെറ്റ് വെക്കുന്ന. ആ ചെറിയ ക്യാമറ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു അപകടം ഇതുവരെ ആ ക്യാമറ കൊണ്ടൊരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. സത്യത്തിൽ ഈ ക്യാമറ കൊണ്ട് മോശം ബിഹേവിയർ ഉണ്ടായിരുന്ന കുറേ MVD പോലീസ് ഓഫീസർമാരുടെ കള്ളക്കളികൾ പൊക്കിയിട്ടുണ്ട്. അത് സത്യം തന്നെ പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ യൂട്യൂബിലും അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. ഈ ക്യാമറ നിരോധിച്ചത് ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരാതിരിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ലത് കണ്ടാൽ നല്ലത് പറയും. ചില നിയമങ്ങൾ എനിക്ക് തോന്നിയിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം 6 വരിപ്പാതയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കയറാതെ അവർക്ക് താഴത്തൂടെ പോകാൻ പറയുന്ന ആ ഒരു നിയമം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതൊക്കെ ആക്സിഡന്റ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർമാരുണ്ട്. ഓട്ടോക്കാർ ചേട്ടന്മാർ എല്ലാവരും ഞാൻ പറയത്തില്ല, ചിലരുണ്ട് ഏത് സമയത്ത് എങ്ങോട്ട് തിരിക്കണം എങ്ങോട്ട് വളക്കണമെന്ന് അറിയാത്ത ചില ഓട്ടോ ഡ്രൈവർമാരും ഉണ്ട്. അതുപോലെ തന്നെ കണ്ണാപ്പി ബൈക്ക് ഡ്രൈവർമാരും ഉണ്ട്. ഇൻഡിക്കേറ്റർ മോഡിഫൈ ചെയ്ത് ചിലപ്പോൾ 2 ഇൻഡിക്കേറ്ററൊക്കെ ഒരുമിച്ച് നിന്ന് കത്തി മിന്നിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കത്തി. അപ്പം ബാക്കിൽ വരുന്നവന് ഇവൻ എങ്ങോട്ട് വളക്കും, ഇങ്ങോട്ടാണോ അപ്പുറത്തോട്ടാണോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ടീമിനെയൊക്കെ ഹൈവേയിലോട്ട് കയറ്റി വിടുന്നതിനെക്കാട്ടി നല്ലത് താഴത്തുകൂടെ ബാക്കിയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടിയാലും അവന്മാരെയൊക്കെ താഴത്തൂടെ തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു കൊല്ലത്താണെന്ന് തോന്നുന്നു, ഒരു RR 310 ഒരു സ്പ്ലെൻഡറിൽ ചെന്ന് ഇടിച്ചിട്ട് 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചു. ഈ RR 310 ഓടിച്ചവന്റെ അമിത വേഗത കാരണമാണ് ആ 2 പേര് ആ സ്പോട്ടിൽ മരിച്ചു പോയത്. അപ്പം ആക്സിഡന്റ് എപ്പോഴും നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കത്തില്ല. ആക്സിഡന്റ് എന്ന് പറയുന്നത് തന്നെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന ചില കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വേഗത അല്പം കുറച്ചായിരുന്നു പോയിരുന്നെങ്കിൽ നമ്മളെ ഇടിക്കുന്നത് അല്ലെങ്കിൽ ചെന്ന് വീഴുന്നത് അല്ലെങ്കിൽ ആ ഇടി കൊണ്ട ആൾക്ക് പറ്റുന്ന പരിക്കിൽ നമുക്ക് കുറവുണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ആ ഇടി ഇച്ചിരി സ്ലോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോകാൻ ചാൻസ് ഇല്ല. ആ 2 പേര് ചിലപ്പോൾ ഇന്നുണ്ടായേനെ, ആ ഇടീൻ്റെ ആഘാതം കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ. നമ്മൾ
പോകുന്ന വേഗതയിൽ ഇപ്പൊ റോട്ടിൽ കൂടെ ചില നമുക്ക് വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, ചിലർ ഭയങ്കര സ്കില്ലാണ് അതാണെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ സത്യത്തിൽ സ്കില്ലൊന്നും അല്ല, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ വീട്ടിലിരിക്കുന്നപ്പോൾ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും അവന്മാരൊക്കെ അങ്ങനെ പോകുന്നത്, ജീവിച്ചു പോകുന്നത്. അപ്പൊ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എനിക്ക് പറയാനുള്ള ഇതാണ്. അപ്പൊ എല്ലാവരും സേഫായിട്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുക. കേരളത്തിലെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ടാർജറ്റ് തയ്ക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്ന വണ്ടി ഓടി നടന്ന് ഫോട്ടോ എടുത്ത് അവരുടെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത് പെറ്റിയടിപ്പിക്കുന്ന ഓഫീസർമാരും ഉണ്ട് ഇവിടെ. എസ്പെഷ്യലി എറണാകുളത്തൊക്കെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ വൈറ്റ് ലൈനിന്റെ ഉള്ളിലാണെങ്കിൽ കൂടി അവന്മാര് ഓടി നടന്ന് പെറ്റി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനധികം പറയണം, കാർ ഷെഡിൽ കിടക്കുന്ന കാറിന് വരെ പെറ്റി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, കേരളത്തിൽ മാത്രമുള്ള ചില നിയമങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ കേരളത്തിലെ ഇങ്ങനെ ഇപ്രകാരമുള്ള പല പല നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിനോട് നിങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ കൂടുതലുള്ളത്? അപ്പോൾ മക്കളെ, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ണാപ്പി റൈഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ സ്പീഡ് പോകുന്നത്, ഹൈവേ കൂടെ ജെറ്റിട്ട് പോകുന്നത് മാസാണ്, ബാക്കി വണ്ടികളുടെ ഇടയിൽ കൂടെ ബ്ലേഡ് ഇട്ട് പോകുന്നത് മാസാണെന്നൊക്കെ വിചാരിക്കുന്ന ചില ടീംസ് ഉണ്ട്, അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബൈക്കിൽ മാന്യമായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. ബൈ.